നമസ്കാരം. മഹർഷിമാർക്ക് വിവാഹം നിഷിദ്ധമല്ല എന്നതിന് ഉദാഹരണങ്ങളാണ് അഗസ്ത്യ മഹർഷി, ഗൗതമ മഹർഷി, ഭൃഗുണ്ടു മഹർഷി എന്നിങ്ങനെയുള്ള മഹർഷിമാർ. പക്ഷേ നാരദ മഹർഷി അവിവാഹിതനായിരിക്കുന്നതിന് പുരാണങ്ങളിൽ പറയുന്ന കഥ ഇങ്ങനെയാണ്. സൂര്യവംശ പരമ്പരയിൽ പണ്ട് അയോധ്യ ഭരിച്ചിരുന്ന രാജാവായിരുന്നു അംബരീഷ്. പ്രതിഭാശാലിയായ അദ്ദേഹത്തിന്റെ സദസ്സ് പണ്ഡിതന്മാരും മുനിശ്രേഷ്ഠന്മാരും സന്ദർശിക്കുന്നത് സാധാരണമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു നാൾ നാരദ മഹർഷിയും കൂടെ പർവ്വതൻ എന്ന മഹർഷിയും ലോകസഞ്ചാരത്തിനിടയിൽ അരമനയിലെത്തി. അംബരീഷ് രാജാവിന്റെ മകൾ അതിസുന്ദരിയായ ശ്രീമതി മഹർഷിമാരെ യഥോചിതം കാലുകഴുകി പൂജിച്ചു. സൽക്കാരത്തിൽ തൃപ്തരായ ഇരുവരും ഒരേ സമയം അവളിൽ അനുരക്തരായി. രണ്ട് മഹർഷിമാരും അംബരീഷ് രാജാവിനോട് ശ്രീമതിയെ വിവാഹം കഴിച്ചു തരണമെന്നാവശ്യപ്പെട്ടു. രാജാവ് ഇത് കേട്ട് ഞെട്ടിപ്പോയി. രണ്ടുപേരിൽ ആർക്ക് വിവാഹം കഴിച്ചു കൊടുത്താലും മറ്റേയാളുടെ ശാപം ഉറപ്പ് എന്നതിനാൽ പിറ്റേന്ന് സ്വയംവരം നടത്താമെന്നും ശ്രീമതി തന്നെ വരനെ തെരഞ്ഞെടുക്കട്ടെ എന്നും നിർദ്ദേശിച്ചു. ഇതിൽ മുതിർന്നയാൾ താൻ, അതിനാൽ അവൾ തന്നെ വിവാഹം കഴിക്കുമെന്ന് നാരദ മഹർഷിയും അവളെ ആദ്യം ആവശ്യപ്പെട്ടത് താനാണെന്നതിനാൽ സുന്ദരനായ തന്നെ മാത്രമേ ശ്രീമതി വിവാഹം കഴിക്കൂ എന്ന് പർവ്വതനും തമ്മിൽ തർക്കിച്ചു. അന്ന് രാത്രി പർവ്വത മഹർഷി അറിയാതെ നാരദ മഹർഷി വൈകുണ്ഠത്തിലെത്തി ശ്രീമന്നാരായണനെ സന്ദർശിച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് പർവ്വത മഹർഷിയുടെ മനസ്സ് മാറ്റാൻ അഭ്യർത്ഥിച്ചു. അത് സാധ്യമല്ലെന്ന് തർപ്പിച്ചു പറഞ്ഞ ഭഗവാനോട് അംബരീഷ് രാജാവിന്റെ പുത്രി ശ്രീമതി നാളെ വർണ്ണമാലിയുമായി വരുമ്പോൾ പർവ്വതനെ ഒരു കരടിയാക്കണം എന്ന് അപേക്ഷിച്ചു. ചിരിച്ചുകൊണ്ട് ശ്രീമന്നാരായണൻ അത് സമ്മതിച്ചപ്പോൾ നാരദർ സമാധാനത്തോടെ തിരിച്ചുപോയി. സ്വല്പനേരം കഴിഞ്ഞപ്പോൾ നാരദ മഹർഷി അറിയാതെ പർവ്വത മഹർഷി ശ്രീമൻ മഹാവിഷ്ണുവിനടുത്തെത്തി നടന്ന കാര്യം വിശദീകരിക്കുകയും നാളെ സ്വയംവരത്തിന് ശ്രീമതി സദസ്സിലെത്തുമ്പോൾ നാരദ മഹർഷിയെ ഒരു കുരങ്ങാക്കി മാറ്റിത്തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ശ്രീമന്നാരായണൻ അത് സമ്മതിക്കുകയും പർവ്വത മഹർഷി സന്തോഷത്തോടെ വൈകുണ്ഠം വിട്ടിറങ്ങുകയും ചെയ്തു. രണ്ട് മഹർഷിമാരും ഭഗവാൻ മഹാവിഷ്ണു വാക്കുപാലിക്കും എന്ന സന്തോഷത്തോടെ സ്വയംവര പന്തലിലെത്തി. വർണ്ണമാല്യവുമായി ശ്രീമതി എത്തി തല ഉയർത്തിയതും ഭീതിയോടെ മുഖം തിരിച്ചു. കാരണമന്വേഷിച്ച അംബരീഷ് മഹാരാജാവിനോട് താൻ ഇവിടെ മഹർഷിമാരെ കാണുന്നില്ലെന്നും അതിനു പകരം ഒരു കരടിയെയും കുരങ്ങനെയുമാണ് കാണുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. കരടിക്കും കുരങ്ങനും നടുവിലായി 4 കരങ്ങളോടെ തേജസ്വിയായ ഒരു പുരുഷനെ താൻ കാണുന്നു എന്ന്. ഇത് കേട്ടതും തീവ്ര വിഷ്ണുഭക്തനായ അംബരീഷ് മഹാരാജാവിന് കാര്യം ബോധ്യമായി. പക്ഷേ നാരദ മഹർഷിയും പർവ്വത മഹർഷിയും പരസ്പരം നോക്കി തങ്ങളൊന്നും തന്നെ കാണുന്നില്ലെന്നും വേഗം സ്വയംവരം നടത്താനും നിർദ്ദേശിച്ചു. അപ്പോൾ ശ്രീമതി താൻ ഈ വർണ്ണമാല്യം എറിയുന്നത് ആര് പിടിക്കുന്നുവോ അവരാണ് തൻ്റെ പതി എന്നുറപ്പിച്ചു പറയുകയും വർണ്ണമാല്യം എറിയുകയും ചെയ്തു. ക്ഷണനേരം കൊണ്ട് ശ്രീമൻ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് ആ വർണ്ണമാല്യം പിടിക്കുകയും ശ്രീമതിയും ഭഗവാനും അപ്രത്യക്ഷമാവുകയും ചെയ്തു. രണ്ട് മഹർഷിമാരും നേരെ വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ തങ്ങളോട് എന്തിനീ ചതി ചെയ്തു എന്നാരാഞ്ഞു. അവരോടായി ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. ലക്ഷ്മി ദേവിയാണ് അംബരീഷിന്റെ പുത്രി ശ്രീമതിയായി ഭൂമിയിൽ അവതരിച്ചത്. നിങ്ങളുടെ തപശക്തിയാൽ നിങ്ങൾക്കിത് എളുപ്പത്തിൽ മനസ്സിലാക്കാനാവുമായിരുന്നു. പക്ഷേ അതിനു പകരം ഭൂലോകത്തിലെ മായാവലയത്തിൽ ലയിച്ച് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ സ്വയം മറന്നു പോയതിനാൽ സംഭവിച്ചതാണിത്. ഋഷിമാർ ലോകമാതാവായ മഹാലക്ഷ്മിയെ പരിണയിക്കാൻ ശ്രമിച്ച തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി മാപ്പ് ചോദിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു. പിന്നീട് ഒരിക്കലും ഇതുപോലെയുള്ള മോഹവലയത്തിൽപ്പെടാതെ ബ്രഹ്മചാരിയായി നാരദ മഹർഷി ജീവിച്ചു എന്നാണ് കഥ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.